നെപ്പോളിയൻ ഭാഗം 1 ടൂളോൺ ഉപരോധം നെപ്പോളിയന്റെ ഉദയം 1793-ലെ വേനൽക്കാലം ഫ്രഞ്ച് വിപ്ലവം അതിന്റെ 4ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഫ്രാൻസ് അരാജകത്വത്തിന്റെ വക്കിലായിരുന്നു. പാരീസിൽ രാഷ്ട്രീയ തീവ്രവാദികൾ വിപ്ലവത്തിന്റെ നിയന്ത്രണം പിടിച്ചെടുത്തിരുന്നു. അവർ രാജാവിനെ ഗില്ലറ്റിൻ ചെയ്തു. കൂടാതെ വിപ്ലവത്തിന്റെ ശത്രുക്കളെന്ന് സംശയിക്കുന്ന എല്ലാവർക്കും ദ്രുതഗതിയിൽ ശിക്ഷ നൽകുന്ന ഭീകരവാഴ്ച റെയിൻ ഓഫ് ടെറർ നടപ്പിലാക്കി. പുതിയ റിപ്പബ്ലിക്കിനെ ഏകീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഫ്രഞ്ച് നേതാക്കൾ ഹാബ്സ്ബർഗ് സാമ്രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. എന്നാൽ സംഘർഷം വളരെ വേഗം വലുതാവുകയും ഫ്രാൻസിന്റെ ഈ അപകടകരമായ രാഷ്ട്രീയ പരീക്ഷണത്തെ വേരോടെ പിഴുതെറിയാൻ ദൃഢനിശ്ചയം ചെയ്ത യൂറോപ്പിലെ പ്രമുഖ ശക്തികളുടെ സംയുക്ത സൈന്യത്തെ നേരിടേണ്ടി വരികയും ചെയ്തു. അതിനിടയിൽ വിപ്ലവത്തിന്റെ പുതിയ നിലപാടുകളിൽ ഭയചകിതരായി ഫ്രാൻസിലെ പല പ്രദേശങ്ങളും പരസ്യമായ കലാപത്തിലേക്ക് നീങ്ങി. ഓഗസ്റ്റ് മാസത്തിൽ ടൂളോൺ നഗരം കലാപത്തിൽ ചേർന്നതോടെ റിപ്പബ്ലിക്കിന് ഒരുപക്ഷെ വിനാശകരമായേക്കാവുന്ന ഒരു തിരിച്ചടി നേരിട്ടു. ടൂളോൺ തെക്കൻ ഫ്രാൻസിലെ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമായ നാവിക താവളമായിരുന്നു. ഫ്രഞ്ച് നാവികസേനയുടെ 1/3 കപ്പലുകൾ ഇവിടെയായിരുന്നു താവളമടിച്ചത്. എന്നാൽ ഇപ്പോൾ വിമതർ അവരുടെ പഴയ ശത്രുക്കളായ ബ്രിട്ടീഷ് റോയൽ നേവിയെ തുറമുഖത്തേക്ക് സ്വാഗതം ചെയ്തു. HMS വിക്ടറിയിൽ അഡ്മിറൽ ലോർഡ് ഹുഡിന്റെ നേതൃത്വത്തിലായിരുന്നു ബ്രിട്ടീഷ് സൈന്യമെത്തിയത്. ഒരൊറ്റ വെടിപോലും പൊഴിക്കാതെ സഖ്യാക്കൾക്ക് മെഡിറ്ററേനിയനിലെ ഫ്രഞ്ച് നാവികശക്തിയെ തകർക്കാനും ഫ്രഞ്ച് തീരത്ത് നിർണായകമായ ഒരു സ്വാധീന മേഖല നേടാനും കഴിഞ്ഞത് അസാധാരണമായ ഒരു വിജയമായിരുന്നു. ഈ പുതിയ ഭീഷണിയെ നേരിടാനായി പ്രദേശത്തെ മുഴുവൻ ഫ്രഞ്ച് സൈന്യത്തെയും ഉടൻ തന്നെ ടൂളോണിലേക്ക് തിരിച്ചുവിടുകയും വിമത തുറമുഖം ഉപരോധിക്കുകയും ചെയ്തു. ആകെ 19,000 സൈനികർ. എന്നാൽ മിക്ക ഫ്രഞ്ച് ഉദ്യോഗസ്ഥരും പ്രഭുക്കന്മാരായിരുന്നതിനാൽ വിപ്ലവത്തെ ഭയന്നവർ കൂട്ടമായി പലായനം ചെയ്തതിനാൽ പ്രൊഫഷണൽ നേതൃത്വത്തിന്റെ കാര്യത്തിൽ സൈന്യത്തിന് കടുത്ത ക്ഷാമമുണ്ടായിരുന്നു. സൈന്യത്തിന്റെ കമാൻഡർ ജനറൽ ജീൻ ഫ്രാങ്കോയിസ് കാർട്ടോ ഒരു വിശ്വസ്ത റിപ്പബ്ലിക്കനാണെങ്കിലും യഥാർത്ഥത്തിൽ സൈനിക പരിശീലനമില്ലാത്ത ഒരു ചിത്രകാരനായിരുന്നു. ഇതിലും മോശമായ അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ ചില പ്രധാന പ്രൊഫഷണൽ ഉദ്യോഗസ്ഥരിൽ ഒരാളായ ആർട്ടിലറി കമാൻഡർ കേണൽ ഡോൺ മാർട്ടിൻ ടൂളോണിലേക്കുള്ള യാത്രാമധ്യേ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. പാരീസിലെ നാഷണൽ കൺവെൻഷൻ പ്രതിനിധിയായ കോർസിക്കൻ ചുടേശി അണ്ടോയിൻ സാലിക്കട്ടി അദ്ദേഹത്തിന് പകരമായി മറ്റൊരു കോർസിക്കൻ പൗരനെ ശുപാർശ ചെയ്തു. മുന്നണിയിലേക്ക് പോകുന്നതിനിടെ ടൂളോൺ വഴി കടന്നുപോകുകയായിരുന്ന 24 വയസ്സുകാരനായ ആർട്ടിലറി ഓഫീസർ നെപ്പോളിയൻ ബോണാപ്പാർട്ടെ ഒരു പ്രൊഫഷണൽ സൈനികനായിരുന്നു. എങ്കിലും സജീവമായ സൈനിക സേവനം അദ്ദേഹം അധികം അനുഭവിച്ചിരുന്നില്ല. എന്നിരുന്നാലും സാലിക്കട്ടിക്ക് അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലും അതിലുപരി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടിലും മതിപ്പ് തോന്നി. റിപ്പബ്ലിക്കിനോടുള്ള കൂറില്ലായ്മയ്ക്ക് പേരിൽ സഹഭോക്തൃക്കളെ വിമർശിക്കുന്ന ഒരു യുവ ആർട്ടിലറി ഓഫീസറെക്കുറിച്ചുള്ള രാഷ്ട്രീയ ലഘുലേഖ ബോണാപ്പാർട്ടെ അപ്പോഴേക്കും എഴുതി പ്രസിദ്ധമാക്കിയിരുന്നു. ഡെപ്യൂട്ടി സാലിക്കട്ടിയുടെ ശുപാർശ അംഗീകരിക്കുന്നതാണ് ബുദ്ധിമെന്ന് ജനറൽ കാർട്ടോയ്ക്ക് തോന്നി. ടൂളോൺ തുറമുഖം നഗരമതിലുകളാലും ഡസൻപുറത്ത് കോട്ടകളാലും കോട്ടകൊത്തകളാലും നന്നായി സംരക്ഷിക്കപ്പെട്ടിരുന്നു. 2000 ബ്രിട്ടീഷ് സൈനികരും നാവികരും 6000 സ്പാനിഷ് സൈനികരും 6000 നിയോപോളിറ്റൻ സൈനികരും 800 സാർഡീനിയക്കാരും ചേർന്നായിരുന്നു ഇവയെല്ലാം സംരക്ഷിച്ചത്. ഈ ശക്തമായ പ്രതിരോധത്തെ മറികടക്കാൻ പീരങ്കികൾ നിർണായകമായിരുന്നു. സെപ്റ്റംബർ 16 ബോണാപ്പാർട്ടെ ആർട്ടിലറി കമാൻഡിന്റെ ചുമതലയേറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിന് ആവശ്യത്തിന് പീരങ്കികളോ പരിശീലനം ലഭിച്ച പീരങ്കി പടയോ വെടിമരുന്നോ ഷോട്ടുകളോ ഉണ്ടായിരുന്നില്ല. എന്നാൽ അക്ഷീണമായ ഊർജ്ജവും ദൃഢനിശ്ചയവും കൊണ്ട് ബോണാപ്പാർട്ടെ ഈ സാഹചര്യം മാറ്റിമറിച്ചു. ഉപയോഗിക്കാത്ത പീരങ്കികൾ പിടിച്ചെടുത്തു. കാലാൽപ്പടയാളികൾക്ക് അവ പ്രവർത്തിപ്പിക്കാൻ പരിശീലനം നൽകി. ഒരു പുതിയ ആലയും വർക്ക്ഷോപ്പും സ്ഥാപിച്ചു. കൂടാതെ പുതിയ പീരങ്കിത്തറകൾ നിർമ്മിക്കുന്നതിന് 1,00,000 രൂപയ്ക്കുള്ള മണൽ ചാക്കുകൾ മാർസെയിൽസിൽ നിന്ന് എത്തിക്കുന്നതിനുള്ള ക്രമങ്ങളും അദ്ദേഹം ചെയ്തു. കഠിനാധ്വാനത്തിലൂടെ 64 ഓഫീസർമാരും 1500 സൈനികരുമുള്ള ഒരു സേനാവിഭാഗം 100 പീരങ്കികളും ഹോവിറ്റ്സുകളും മോർട്ടാറുകളും സജ്ജമാക്കിയൊരുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ദിവസങ്ങൾക്കകം ബോണാപ്പാർട്ടെ 2 പുതിയ മുന്നണി പീരങ്കിത്തറകൾ സ്ഥാപിച്ചു. ലാ മോണ്ടെയിൻ, സാൻസ്കുലാറ്റസ് എന്നിവ വിപ്ലവകരമായ രാപ്പേലുകളായിരുന്നു. ഇവ ടൂളോണിന്റെ ഉൾക്കടലിന്റെ പരിധിയിലാക്കുകയും അഡ്മിറൽ ഹുഡിനെ അദ്ദേഹത്തിന്റെ കപ്പലുകളെ തുറമുഖത്തോടടുപ്പിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു. ടൂളോണിന്റെ മിക്ക പ്രതിരോധങ്ങളെയും മറികടന്നുകൊണ്ട് റിപ്പബ്ലിക്കിന് അത്യാവശ്യപ്പെടേണ്ട ദ്രുതവിജയം നേടാൻ ഫ്രഞ്ചുകാരെ അനുവദിക്കുന്ന പദ്ധതിയും ബോണാപ്പാർട്ടെ ആവിഷ്കരിച്ചു. തുറമുഖത്തിന് കുറുകെ ദൃശ്യമാവുന്ന ഫോർട്ട്
എഗ്യുലേറ്റ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ അവിടെ ഭാരം കൂടിയ പീരങ്കികൾ സ്ഥാപിക്കാമെന്നും നങ്കൂരമിട്ട ബ്രിട്ടീഷ് സ്പാനിഷ് കപ്പലുകളെ ആക്രമിക്കാമെന്നും ബോണാപ്പാർട്ടെ വാദിച്ചു. ഇത് അഡ്മിറൽ ഹുഡിനെ തുറമുഖം ഉപേക്ഷിക്കാൻ നിർബന്ധിക്കുന്നതാണ്. അതുവഴി ടൂളോണിന്റെ പ്രതിരോധത്തിനാശ്രയിച്ച സഖ്യസേനയെയും അദ്ദേഹത്തിന് കൂടെ കൊണ്ടുപോകേണ്ടി വരികയും ചെയ്യും. ബോണാപ്പാർട്ടയുടെ പദ്ധതിയുടെ സാധ്യതകൾ ജനറൽ കാർട്ടോയ്ക്ക് ബോധ്യപ്പെട്ടു. സെപ്റ്റംബർ 22-ന് ഫ്രഞ്ച് സൈന്യം മോണ്ട് ഖൈറയെ ആക്രമിച്ചു. എന്നാൽ 3000 പേരെ ഉപയോഗിച്ച് ആക്രമണം നടത്തണമെന്ന് ബോണാപ്പാർട്ടെ വാദിച്ചെടുത്ത് തീരുമാനമെടുക്കാൻ മടിച്ച കാർട്ടോ 400 പേരെ മാത്രമേ അതിനായി വിനിയോഗിച്ചുള്ളൂ. ഇത് ബോണാപ്പാർട്ടയെ അങ്ങേയറ്റം പ്രകോപിപ്പിച്ചു. ആക്രമണം എളുപ്പത്തിൽ പരാജയപ്പെട്ടുവെന്ന് മാത്രമല്ല, ഇത് സഖ്യകക്ഷികളെ അപകടത്തെക്കുറിച്ച് ബോധവാന്മാരാക്കുകയും ചെയ്തു. 48 മണിക്കൂറിനുള്ളിൽ അവർ മോണ്ട് ഖൈറയിൽ ആയിരക്കണക്കിന് സൈനികരെ അധികമായി എത്തിക്കുകയും 20 പീരങ്കികൾ സജ്ജീകരിച്ച ഫോർട്ട് മൾഗ്രീവ് എന്ന പുതിയ കോട്ട നിർമ്മിക്കുകയും ചെയ്തു. ഈ സ്ഥാനം അത്രയേറെ ശക്തമായിരുന്നതിനാൽ ഫ്രഞ്ചുകാർ ഇതിനെ ചെറിയ ജിബ്രാൾട്ടർ എന്ന് വിളിപ്പേരിട്ടു. ഒടുവിൽ നവംബർ പകുതിയോടെ പരിചയസമ്പന്നനായ ഒരു പ്രൊഫഷണൽ സൈനികൻ ജനറൽ ഡുഗോമിയർ ഫ്രഞ്ച് സൈന്യത്തിന്റെ കമാൻഡ് ഏറ്റെടുത്തു. ടൂളോൺ പിടിച്ചെടുക്കാൻ ബോണാപ്പാർട്ടിയുടെ പദ്ധതി മാത്രമാണ് ഏക വഴിയെന്ന് അദ്ദേഹം പെട്ടെന്ന് മനസ്സിലാക്കുകയും അതിന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തു. മേജറായി സ്ഥാനക്കയറ്റം ലഭിച്ച ബോണാപ്പാർട്ടെ നിർണായകമായ ആക്രമണത്തിന് മുന്നോടിയായി കൂടുതൽ പീരങ്കിത്തറകളുടെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചു. ഒരു മുന്നണി പീരങ്കിത്തറ ശത്രുവിന്റെ വെടിയേൽക്കാൻ സാധ്യതയുള്ള ഒരിടത്തായിരുന്നു. അങ്ങോട്ടു പോകാൻ സൈനികർ വിസമ്മതിച്ചു. അതിനാൽ ബോണാപ്പാർട്ടെ അതിന് ലാ ബാത്തറി ഡേസ് ഓം സാൻസ് പേർ എന്ന് പുനർനാമകരണം ചെയ്തു. അതോടെ അവിടെ സന്നദ്ധപ്രവർത്തകരുടെ കുറവുണ്ടായില്ല. തന്റെ സൈനികരെ പ്രചോദിപ്പിക്കാനുള്ള നെപ്പോളിയന്റെ കഴിവിന്റെ ആദ്യ പ്രദർശനമായിരുന്നു ഇത്. ഇത് വരും വർഷങ്ങളിൽ അദ്ദേഹത്തിന് ഏറെ പ്രയോജനപ്പെട്ടു. നവംബർ 30-ന് സഖ്യകക്ഷികളുടെ കരസേനയുടെ കമാൻഡറായ ബ്രിട്ടീഷ് ജനറൽ ചാൾസ് ഒഹാര ഫോർട്ട് മാൽബോസ്ക്വേറ്റിന് അഭിമുഖമായുള്ള പുതിയ ഫ്രഞ്ച് പീരങ്കിത്തറകൾ ആക്രമിച്ചുകൊണ്ട് മുൻകൈയെടുക്കാൻ ശ്രമിച്ചു. ആദ്യം ആക്രമണം വിജയിച്ചു. പീരങ്കിത്തറകൾ പിടിച്ചടക്കുകയും ഫ്രഞ്ച് പീരങ്കികൾ ഉപയോഗശൂന്യമാക്കുകയും ചെയ്തു. എന്നാൽ ജനറൽ ഡുഗോമിയറും മേജർ ബോണാപ്പാർട്ടയും നേരിട്ട് നയിച്ച കൂടുതൽ സൈനികരുമായുള്ള ഒരു പ്രത്യാഘാതം സഖ്യകക്ഷികളെ തിരിച്ചൊടിച്ചു. ജനറൽ ഒഹാര തന്നെ കൈയ്ക്ക് വെടിയേറ്റ് പിടിക്കപ്പെടുകയും ചെയ്തു. 12 വർഷം മുമ്പ് അമേരിക്കൻ സ്വാതന്ത്ര്യസമരകാലത്ത് യോർക്ക് ടൗണിൽ വെച്ചു അദ്ദേഹം ജോർജ് വാഷിംഗ്ടണിന് കീഴടങ്ങിയിരുന്നു. ഇപ്പോഴദ്ദേഹത്തിന് നെപ്പോളിയൻ ബോണാപ്പാർട്ടിനോട് കീഴടങ്ങേണ്ടി വന്നു. ഡിസംബർ 18 പുലർച്ചയ്ക്ക് ആഞ്ഞടിക്കുന്ന കാറ്റിലും പേമാരിയിലും ഫ്രഞ്ചുകാർ ഫോർട്ട് മൾഗ്രേവിനെതിരെ ഒരു വലിയ ആക്രമണം ആരംഭിച്ചു. നനഞ്ഞ അന്തരീക്ഷം മസ്കറ്റുകൾ ഉപയോഗശൂന്യമാക്കുകയും അവ ദണ്ടുകളായോ ബയനറ്റുകളായോ ഉപയോഗിക്കാൻ മാത്രമേ സാധിച്ചു. ബോണാപ്പാർട്ടെ നേരിട്ട് രണ്ടാം നിര ആക്രമണത്തിന് നേതൃത്വം നൽകി. കടുത്ത കയ്യാങ്കളിക്കിടയിൽ അദ്ദേഹത്തിന്റെ കുതിര കൊല്ലപ്പെടുകയും ഒരു ബ്രിട്ടീഷ് സർജന്റിന്റെ ബയനറ്റ് തുടക്കി പരിക്കേൽക്കുകയും ചെയ്തു. ഈ പരിക്ക് നെപ്പോളിയന്റെ ജീവനെടുത്ത് ചരിത്രത്തിന്റെ ഗതിയെ സമൂലമായി മാറ്റുന്നതിൽ ഇഞ്ചുകൾ മാത്രം അകലെയായിരുന്നു. ഒടുവിൽ സഖ്യസൈന്യത്തെ കീഴടക്കി മൾഗ്രേവ് ഫ്രഞ്ചുകാർക്ക് ലഭിച്ചു. ഫോർട്ട് എൽ എഗ്വില്ലറ്റും ടൂർ ഡെ ല ബലാക്വിയറും താമസിയാതെ ഫ്രഞ്ച് നിയന്ത്രണത്തിലായി. അടുത്ത ദിവസം ഉച്ചതിരിഞ്ഞപ്പോഴേക്കും ഫ്രഞ്ചുകാർ എൽ എഗ്വില്ലറ്റിൽ 10 വലിയ പീരങ്കികൾ സ്ഥാപിച്ചു. ഇത് സഖ്യക്കപ്പലുകളെ ആക്രമണപരിധിയിലാക്കി. അഡ്മിറൽ ഹുഡിന് തന്റെ വിലപ്പെട്ട യുദ്ധക്കപ്പലുകളെ അത്തരമൊരു ഭീഷണിക്ക് വിധേയമാക്കാൻ കഴിയില്ലായിരുന്നു. അതിനാൽ തുറമുഖത്തുനിന്ന് സൈന്യത്തെയും കപ്പലുകളെയും ഉടനടി ഒഴിപ്പിക്കാൻ അദ്ദേഹം ഉത്തരവിട്ടു. കൊണ്ടുപോകാൻ കഴിയാത്ത ഫ്രഞ്ച് കപ്പലുകളും നാവിക സാമഗ്രികളും നശിപ്പിക്കാൻ ചെറിയ സ്പാനിഷ് ബ്രിട്ടീഷ് സംഘങ്ങൾ ശ്രമിച്ചു. എന്നാൽ അവരുടെ തിടുക്കത്തിലുള്ള പുറപ്പാടിനിടയിൽ 18 യുദ്ധക്കപ്പലുകൾ ഫ്രഞ്ചുകാരുടെ കൈകളിൽ തിരിച്ചെത്തി. ഇത് സഖ്യകക്ഷികൾക്ക് നഷ്ടപ്പെട്ട ഒരു വലിയ അവസരമായിരുന്നു. റിപ്പബ്ലിക്കനുകാർ നഗരത്തിൽ ഭീകരമായ പ്രതികാര നടപടികൾ എടുക്കുമെന്നറിയാമായിരുന്നതിനാൽ ടൂളോണിലെ നിരവധി ഫ്രഞ്ച് പൗരന്മാർ സഖ്യക്കപ്പലുകളിൽ രക്ഷപ്പെടാൻ പരമാവധി ശ്രമിച്ചു. ബ്രിട്ടീഷ് സ്പാനിഷ് കപ്പലുകൾക്ക് ഏകദേശം 14,000 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞുവെങ്കിലും അരാജകത്വവും നിരാശയും നിറഞ്ഞ സംഘങ്ങൾക്കിടയിൽ നിരവധി പേർ മുങ്ങിമരിക്കുകയും ചെയ്തു. ബാക്കിയുള്ളവർ വിപ്ലവത്തിന്റെ കോതത്തെ നേരിടാൻ വിധിക്കപ്പെട്ടു. അടുത്ത ദിവസം രാവിലെ റിപ്പബ്ലിക്കൻ സൈന്യം നഗരത്തിൽ പ്രവേശിച്ചു. ഉടനെ വധശിക്ഷകളും വെടിവയ്പ്പുകളും ആരംഭിച്ചു. അടുത്ത 2 ആഴ്ചത്തേക്ക് ഏകദേശം 200 പേർ ദിവസേന വധിക്കപ്പെട്ടു. ഈ അതിക്രമങ്ങൾക്ക് സഖ്യകക്ഷികളുടെ പ്രചാരണങ്ങൾ പിന്നീട് ബോണാപ്പാർട്ടയെ കുറ്റപ്പെടുത്തിയെങ്കിലും ഇതിൽ അദ്ദേഹം നേരിട്ട് പങ്കാളിയായിരുന്നു എന്നതിന് തെളിവുകളൊന്നും ലഭ്യമല്ല. ഫ്രാൻസിന്റെ യുവ റിപ്പബ്ലിക് എല്ലാ മേഖലകളിലും തിരിച്ചടിക്കാൻ തുടങ്ങിയിരുന്നു. ടൂളോണിന്റെ പതനത്തോടെ സഖ്യകക്ഷികൾക്ക് ഒരു സുവർണാവസരം നഷ്ടപ്പെട്ടു.
കൂടുതൽ കലാപങ്ങൾ ഇളക്കിവിടാനും ഫ്രഞ്ച് നാവികശക്തിക്ക് ശാശ്വതമായ തിരിച്ചടി നൽകാനും. എന്നാൽ അതിനു പകരം ഫ്രഞ്ച് റിപ്പബ്ലിക് അതിന്റെ ഏറ്റവും വലിയ കൊടുങ്കാട്ടിലൊന്നിനെ അതിജീവിച്ചു. ഇതിന് പ്രധാന കാരണം ടൂളോണിലെ അസാധാരണമായ സേവനത്തിന്റെ അംഗീകാരമായി ബ്രിഗേഡിയർ ജനറലായി സ്ഥാനക്കയറ്റം ലഭിച്ച 24-കാരനായ ആർട്ടിലറി ഓഫീസറുടെ ശ്രദ്ധേയമായ വിവേചനവും ഊർജ്ജവും ധൈര്യവുമായിരുന്നു. നെപ്പോളിയൻ ബോണപാർട്ട് മഹത്വത്തിലേക്കുള്ള തന്റെ ആദ്യ ചുവടുവെപ്പ് വെച്ചു. യൂറോപ്പിനെ കാത്തിരുന്നത് 21 വർഷം നീണ്ടുനിൽക്കുന്ന തുടർച്ചയായ യുദ്ധങ്ങളായിരുന്നു.